മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. രാത്രിയായി വീട്ടിൽ പോണം. ഫോണും ചത്ത് പിന്നെ എത്തിരി തുടങ്ങും. എനിക്ക് വീട്ടിൽ പോണ ഇരുട്ടായി. എങ്ങനെ പോവും? ഡാഡി ഇപ്പോഴും പുറത്തു തന്നെ ഇരിക്കുക. വീട്ടിൽ വിളിച്ചു പറയും വേണം. അവരാണെങ്കിൽ അവിടെ ഫ്രഞ്ച് അടിച്ച് ചത്ത് കാണുമല്ലോ. അമ്മൂമ്മക്കാണെങ്കിൽ വയ്യാത്തയാണ്. ചാർജർ കിട്ടൂ. എന്തിനാ? ഫോൺ കുത്തിയിടാൻ. ഫോൺ ചത്തിട്ട് മണിക്കൂറുകളായി. അയ്യോ, ഇതിന്റെ ചാർജർ അല്ലേ യേശു? ഇത് ലോക്കൽ ഫോണല്ലേ, നമ്മുടെ ഇരിക്കണതൊക്കെ ഐഫോണാ. ശരി, അടുത്ത വീട്ടിലെങ്കിലും ചോദിക്കോ സീ ടൈപ്പ് ഉണ്ടോന്ന്. അയ്യോ, അടുത്ത് വീട്ടിൽ ചോദിക്കാൻ പറ്റൂല. ഇവിടെ അയൽവക്കാരൊക്കെ ഇട്ട് ഡാഡി വഴക്കാ. ചാർജർ ചോദിച്ചെന്നാലേ അവരാട്ടും. വീട്ടിലെന്തായാലും കള്ളം വിളിച്ച് പറയണെങ്കിലും ഫോണിന് ചാർജ് ഇല്ല. അതിന്റെ റെഡി ഉണ്ട്. ഞാൻ എന്റെ ഫോൺ കൊണ്ടുതരാം. ഞാൻ അതിന്ന് വിളിച്ചോ. എനിക്ക് പോച്ചേ എവിടുന്ന്? അപ്പൊ പിന്നെ ഞാൻ നിന്റെ കൂടെ ആണെന്ന് അവൻ വിചാരിക്കൂലേ? ആണല്ലോ, കൊണ്ടൊക്കെ അടിച്ചതുണ്ടല്ലോ. അയ്യോ, ഡാഡി ആയിരിക്കും. മമ്മി, ഡാഡിയുടെ ലൈസൻസ് ഉള്ള തോക്ക് ഇന്നിവിടെ ഉണ്ടോ? ഇന്ന് രാവിലെ ലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ലൈസൻസ് ഉള്ള തോക്ക് ലോഡ്? ഇതൊക്കെ എന്തിന്? ബിസിനസ്സിൽ ഡാഡിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടടാ. കാണുമല്ലോ, കയ്യിലിരിപ്പതാണല്ലോ. മമ്മി, എന്നെ വെടിവെക്കാൻ വല്ല സാധ്യതയുണ്ടോ? അങ്ങേരുടെ കാര്യം മോനെ ഒന്നും പറയാൻ പറ്റില്ല. ഒറ്റ ബുദ്ധിയാ. അല്ല, മമ്മി എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? ഡാഡി ശ്രദ്ധിക്കില്ലേ? ഞാൻ വിചാരിച്ചു മമ്മി അവിടെ ഉറങ്ങി കാണുന്നു. ഉറങ്ങാൻ പറ്റിയ സമയം. എനിക്കിവിടെ കൈ കാല് പറിച്ചിട്ട് വയ്യ. ഞാൻ പോവാ. മോനെ മക്കളെ, പെട്ടെന്ന് പോണേടാ. എന്തോന്നടാ ഇത്? ഒരുമാതിരി പാതിരാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നവരാണല്ലോ എല്ലാത്തിനും സംസാരം. നിന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും ഇട കൂടെ ഒപ്പിക്കുന്നു. ഞാൻ എടാ ഉടുപ്പിച്ചെന്നാ? ഞാനാ? നീ വിളിച്ചപ്പോഴേ എനിക്കറിയാത്ത. ഞാൻ എന്തോ വലിയ കാട്ടുപള്ളി കയറി പിടിക്കാൻ പോകും. ബ്രേക്കപ്പിന്റെ കാര്യം പറയാൻ പോലെ ഇപ്പൊ തന്നെ വന്നേക്കാം. റെഡി? സമയം നീ പറയണല്ലേ. ഞാൻ കേശു, എന്ത് അഥവാ ഡാഡി എങ്ങാനും പിടിക്കാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടാ നീ വന്നേന്ന് പറയല്ലേ. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാന്ന് പറഞ്ഞാ മതി. വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാടാ. ക്ഷമിക്കേ. ഓപ്ഷൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ തന്റെ വീട്ടുകാരുടെ കാര്യം തീർന്ന് വരും. പടവലത്തോന്ന് നെയ്യാറ്റിങ്ങരൊക്കെ പടകളി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ എന്റെ ഡാഡി നിന്നെ മറവ് ചെയ്തോളൂ. എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. കേസ് ക്ലോസ്ഡ്. ഫസ്റ്റ് ക്ലാസ്. ബ്യൂട്ടിഫുൾ. നീ അങ്ങേറെ മോള് തന്നെ. എനിക്കിവിടെ വയറ് വിശക്കട് കത്തന. ഇവിടെ
ഞാൻ ജനിച്ചതിന് ശേഷം ഇന്നേ വരെ ഇത്ര നേരം വിശന്നിരുന്നിട്ടില്ല. പോയിക്കൊണ്ടിരിക്കാതെ പോയി വല്ലതും കഴിക്കാൻ എടുത്തോണ്ട് പോവാ പൊന്നു കൊച്ചേ. അയ്യോ കഴിക്കാതെടുക്കാനൊന്നും പറ്റൂല. ഡാഡി പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇറങ്ങിയാ ഡാഡി ശ്രദ്ധിക്കും, പണിയോ. എനിക്ക് ഏത് നേരത്താണോ എന്തായാലും തന്റെ ഡാഡി ഒരു മണിയൊക്കെ ആകുമ്പോ ഉറങ്ങുമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാം. കേശു, ചെറിയൊരു പ്രശ്നമുണ്ട്. ഡാഡിയെ 2 പുലിക്കുട്ടികളെ തുറന്നുവിട്ടിട്ടുണ്ട്. പുലിക്കുട്ടിയാ? 2 dogs. കേട്ടില്ലേ? പുറത്തേക്ക് ഇറങ്ങിയ കടിച്ചു കയറും. ഞാനേ ഈ ബെഡ്ഷീറ്റ് എടുത്തത് തലയെ കൂടെ കെട്ടിട്ടെ ഇറങ്ങി ഓടാ വിളിച്ചോണ്ട്. പക്ഷേ ഒരു കാര്യണ്ട്, ഡാഡി എങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാ നിന്നെ വെടിവെച്ചു കൊള്ളാൻ ബെസ്റ്റ് റീസൺ അതാ. എടാ കള്ളം കയറിയോണ്ട് സ്വയരക്ഷയ്ക്ക് വെടിവെച്ചു കൊന്നു. കേസ് സിമ്പിൾ ആയിട്ട് ക്ലോസ് ആയി പോവും. അപ്പൊ നീ ഇത്ര നേരം അതൊക്കെയാണെന്നല്ലേ ഇവിടെ പ്ലാൻ ചെയ്തോണ്ട്? നീ ഒരു കാര്യം ചെയ്യും, പോയാ തോക്കും എടുത്തോണ്ട് വരൂ. എന്തിനാ? സ്വന്തമായിട്ട് വെടിവെച്ചങ്ങ് ചാവാനാ. ടെൻഷൻ അടിച്ചെടുത്ത് ചാവണ്ടല്ലോ. എന്താ കേശു? എടാ ഞാൻ കാര്യം പറഞ്ഞല്ലേ. അയ്യോ മമ്മി ആയിരിക്കും, പോയി തുറ. മോളെ മോളെ നീ റൂമിൽ എന്തെടുക്കുക? മൊബൈല് കുത്തിയിരിക്കാവൂല്ലേ? നീ നിന്റെ റൂമിൽ പോയി കിടക്കാൻ നോക്കി. സമയം എത്രയെന്ന് വിചാരം? ഡാഡി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ ഞാൻ പോവാ. നീ തൽക്കാലം ഇവിടെ എങ്ങനെ കിടക്ക്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. കേശു ഗുഡ് നൈറ്റ്. അമ്മായി, അമ്മൂമ്മയുടെ കിടപ്പ് തന്നെയാ. വയ്യെന്നാ തോന്നുന്നേ. എന്റെ മോനെ കാണാനില്ലെന്നും പറഞ്ഞ് കരയുക. നമ്മൾ എന്ത് ചെയ്യും? എന്റെ പൊന്നു പാറു, നീ ഇങ്ങനെ പറഞ്ഞ എന്നെയും കൂടെ ടെൻഷൻ ആക്കാതെ. നമുക്കേ മെർലിനെ ഒന്നും കൂടെ വിളിച്ചു നോക്കാം. എടുത്തിട്ട് എന്ത് പറയും? ഹലോ അമ്മായി. മെർലിനെ ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാലേ, കേശു വിളിക്കോ മെസ്സേജോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ അമ്മായി. ഞാനേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനെ വിളിക്കാം. അല്ല മെർലിനെ, കേശു ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എവിടെയെങ്കിലും പെട്ടുപോയോന്ന് അറിയത്തില്ല. മെർലിനെ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ അറിയിക്കാം അമ്മായി. മെർലിനെ വേറെ ആരും വിളിച്ച് പറയണ്ട, എന്നെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. അതെ അമ്മായി, ഇവിടെ. ഹലോ ഹലോ മെർലിനെ. അല്ല ഒന്നുമില്ല. ഞാനേ അമ്മേനെ വിളിക്കാം കേട്ടോ. എന്റെ പൊന്നു മെർലിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മായി, പ്രശ്നമൊന്നുമില്ല. ഞാനേ വിളിക്കാം. വിളിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ ശരി. എന്തു പറഞ്ഞേ? വിളിക്കാന്ന്. എന്നാലും അവളെന്ത് ഇങ്ങനെയൊക്കെ പറയണം? അമ്മായി, അമ്മായി എന്തോ ആലോചിക്കുന്നേ? അമ്മ
അമ്മായി എനിക്ക് പേടിയാന്ന്. നമുക്ക് എല്ലാവരും പറയാം. എന്റെ പൊന്നു പാറു, നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ എന്റെ കൈയും കാലുമാണ് ഇപ്പൊ വിറക്കണ. ഇനി വിളിക്കാരേ ഇല്ല. എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചവന്റെ ഭാഷനെ വിളിച്ചപ്പം ഇപ്പൊ ഇങ്ങോട്ട് വരാം, എന്റെ അടുത്ത് ആരെയും വിളിക്കാൻ നിക്കണ്ട, ഒന്നും പറയാൻ നിക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സമയം ഇത്രയായി, ഇപ്പൊ എന്തോ വലിയ കുഴപ്പത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ വരാതിരിക്കൂല, വിളിക്കാതെ ഇരിക്കൂല. അമ്മായി ഇനി വെയിറ്റ് ചെയ്യണ്ട, ശിവചേച്ചിയെ ലച്ചേച്ചിയെ വിളിച്ച് പറ. എന്റെ പൊന്നു പാറു, ഇനി അവരെയും കൂടെ വിളിച്ച് പറഞ്ഞ് അവര് ടെൻഷൻ ആക്കണോ? വിളിച്ച് പറ അമ്മായി. പറയാല്ലേ? ഹലോ ലച്ചു, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ ടെൻഷൻ അടിക്കരുത്, പേടിക്കരുത്, ഞാൻ പറയണത് കേക്ക്. എടാ കേശു ഇന്നലെ രാവിലെ കളിക്കാൻ പോയിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എടാ ഞാൻ നിന്റെ അടുത്ത് പറയാത്തത് അവ ഇന്നലെ രാത്രി വരുമെന്ന് വിചാരിച്ചിട്ടാണ്. എടാ ഞാൻ എല്ലാരും വിളിച്ചു നോക്കി, അവന്റെ കൂട്ടുകാരെ വിളിച്ചു നോക്കി, ബാസണ്ണനെ വിളിച്ചു നോക്കി. എടാ എല്ലാരും അന്വേഷണമുണ്ട്. എന്റെ പൊന്ന് ലച്ചു, നീ ടെൻഷൻ അടിക്കല്ലേ, എന്റെ കൈയും കാലും കൂടെ വിറക്കണം ഇവിടെ. ഡേ നീ പേടിക്കണ്ട, എടാ ഒന്നും പറ്റി കാണൂല. എടാ അവ ഇപ്പൊ ഇങ്ങോട്ട് വരുമായിരിക്കും. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ ശരി. അമ്മായി എന്തു മക്കളെ? ഒന്നുമില്ല. அம்மா அம்மா நேத்தையில இருந்து இப்படியே அழுதுட்டு இருக்கீங்க, இந்த டீயாவது குடிங்கம்மா. എനിക്കൊന്നും വേണ്ട, എല്ലാരെയും വിളിച്ചു പറ ഇങ്ങോട്ട് വരാൻ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല. എന്റെ കുഞ്ഞിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അവൻ നല്ലതിന് മാത്രമേ കൂട്ടു നിൽക്കത്തുള്ളൂ. അത് അവന് ഇത്രയും ശത്രുക്കള്. എന്റെ ദൈവമേ, அழாதீங்கம்மா. എന്റെ അമ്മ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് വരണുണ്ട്. கௌரி, நீ அவனோட காலேஜ் ஃப்ரெண்ட்ஸ் எல்லாம் கூப்பிட்டு பாத்தியா? ചേച്ചി ഞാൻ എല്ലാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ശരി, ഇന്ന് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ഇത് പാരാ ഗൗരി, നേരത്തിലിരുന്ന് അമ്മ ഒരു വക സാപ്പിടില്ല. എന്റെ അമ്മ എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ട, എന്റെ കൊച്ചിനെ കണ്ടു കിട്ടാതെ ചില വാനം എനിക്ക് ഇറങ്ങത്തില്ല. கௌரி, நீ நம்ம லட்சுவையும் சிவையும் கூப்பிட்டு பாத்தியா? ആ വിളിച്ചു, അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക. அப்படின்னா நம்ம எல்லாருமா சேர்ந்து போலீஸ் ஸ்டேஷன்ல போலாம், എന്നിട്ട് നമുക്ക് சொல்லலாம். அப்படின்னா அவங்க கேஸோ கண்டுபிடிச்சு கொடுப்பாங்க. അപ്പൊ ബാസി ഇങ്ങോട്ട് വരുവോ? അമ്മ ബാസിയണ്ണ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ അമ്മ. நீ மெர்லினை கூப்பிட்டு பாத்தியா? ഞാൻ മെർലിനെ വിളിച്ചു. പക്ഷേ ഞാൻ മെർലിനെ വിളിച്ചപ്പോ ആ കുട്ടിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു പതർച്ച പോലെ, എന്തൊക്കെയോ ഒളിപ്പിക്കണ പോലെയാണ് ആ കുട്ടി സംസാരിക്കണത്. അയ്യോ, അതെന്താ അങ്ങനെ? അത് തന്നെ ഞാനും ആലോചിക്കണം, എന്താ അങ്ങനെ സംസാരിക്കണെന്ന്. அது ஒருவேளை மெர்லின் வீட்ல எப்பவுமே பிரச்சனை தானே, அதனாலே இருக்கும். എന്നാൽ എന്തിനാണ് ആ കുട്ടി അങ്ങനെ ഒളിപ്പിക്കണ പോലെ സംസാരിക്കണെന്നാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവണില്ല. മെർലിൻ ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ചിലപ്പോ ആയിരിക്കും. അതല്ല ഞാൻ ആലോചിക്കണേ, കേശുവിനാണെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളും ഇല്ല, ആരെയും നമ്മൾ പൈസ കടം വാങ്ങിച്ചിട്ടും ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റിയല്ലേ അവനുള്ളൂ. മാത്രമല്ല ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോവാണെങ്കിൽ നമ്മളത് പറയാൻ നമ്മൾ പോവത്തും ഇല്ലല്ലോ. എവിടെ പോയോ എന്ത് ചെറുക്കൻ. അമ്മായി ഞാൻ ഒരു കാര്യം പറയട്ടെ? ആ പറ. ചിലപ്പോ ആ കെമിക്കൽ ഷിബു. എന്റെ പൊന്നു പാറു, നീ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. മനുഷ്യ തീ തിന്ന് നിക്കുവാണ്. கௌரி, இப்ப லட்சுவும் சிவாவும் கண்டிப்பா வருவாங்கல்ல? ആ അവരെന്തായാലും വരും. ഇപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. പോയിട്ട് ചെന്ന ഉടനെ തന്നെ നെയ്യാറ്റിൻകര കാര്യങ്ങൾ വിളിച്ച് പറയണം. പോലീസ് സ്റ്റേഷനിൽ ഞാനും വരാം, കരഞ്ഞ് കാല് പിടിച്ച് കാര്യം പറയാം. എന്നിട്ട് എന്റെ കൊച്ചിനെ കിട്ടാതെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറയും. എന്റെ അമ്മ ഇങ്ങനെ കരയാതെ, ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. പിന്നെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് എന്താണ് കാര്യം? അമ്മൂമ്മ കരയാതെ. കേശോടൻ പറഞ്ഞിട്ടില്ലേ
എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണമെന്ന്. അമ്മൂമ്മ കരയാതെ. அழாதீங்கம்மா. பாரு பாரு எழுந்திரு பாரு. ஆண்டி சொல்றத கேளு, கொஞ்சம் எழுந்திருமா. பாரு நீ அழறியா? அழாத செல்லம். എല്ലാരും പറയും കരയല്ലേ കരയല്ലേ കരയല്ലെന്ന്. നിക്കടിച്ചിട്ടൊന്ന് കരയണ്ടേ? பாரு அழுதுட்டு ஏதா பிரயோஜனம் இருக்கா? நம்மளுக்கு கேஸ் ஜட்னை கண்டுபிடிக்கணும். அதுக்கு தேவையான வழி எல்லாம் பார்த்துட்டு இருக்கோம். அழாத கண்ணா. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് കരയും മാത്രമല്ലേ വരത്തുള്ളൂ. കാണാതായതേ എന്റെ കേശവനാ. എനിക്ക് കേശവനെ കാണാം. കേശവനാ. பாரு எனக்கு தெரியும். நீ இப்படி சத்தம் போட்டு அழுதுனா அம்மா ஓடி வருவாங்க அந்த ரூம்ல இருந்து. அழாத செல்லம் ப்ளீஸ். എന്ത് ബഹളമാണ് ഇവിടെ? ഒരാളെ സമാധാനിപ്പിക്കുമ്പോ അടുത്ത ആൾ തുടങ്ങിക്കോളണം കേട്ടാ. എല്ലാരും ഒന്ന് പോയേ. ഞാനേ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. എന്റെ മക്കളെ പാറു, നീ അല്ലേ ഇപ്പൊ അമ്മയ്ക്ക് ധൈര്യം കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ന് കരയാൻ പാടുണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കേശവണ്ണെ കണ്ടുപിടിക്കാം. മക്കള് കരയല്ലേ കേട്ടോ. ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേട്ടൻ വരും. മക്കൾ എണീറ്റിട്ട് പാല് കുടിക്ക്. ചേട്ടനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആരോഗ്യം വേണ്ടേ? അപ്പൊ പാല് കുടിക്കണ്ടേ? ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ആരോഗ്യമൊക്കെ പോവൂലേ പാറൂട്ടാ? എണീറ്റ് ബാ. பாரு வா பால் குடிக்கலாம் நம்ம. എടുക്കണോ അമ്മായി? അമ്മായി എടുക്കണ്ട. എടുത്തഴിഞ്ഞാലേ അമ്മായി ഒടിഞ്ഞു വീഴും. തുടങ്ങി സംസാരം തുടങ്ങി. അമ്മായി എനിക്കൊരു സംശയം. മക്കള് പറ. കേശവന്റെ ഫോണ് സ്വിച്ച് ഓഫ്. ഇന്നലെ പകലും രാത്രി കേശവൻ ഇവിടെ ഇല്ലായിരുന്നു. പറ. മെർലിൻ ചേച്ചി വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷെ ഇച്ചിരി സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ജീവനോടെയും കേശവൻ ഈ വീട്ടിലെത്തിയിരിക്കും. ആ എത്തിയിരിക്കും. മെർലിൻ ചേച്ചിയുടെ വീട്ടിൽ എന്താ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞേ? അമ്മായി എനിക്കൊരു സംശയം. രണ്ടുപേരും കൂടെ ഒളിച്ചോടി കാണുമോ? ആരുടെങ്കിലും ഫോൺ ഓൺ ആയിരിക്കണ്ടേ? കേശവന്റെ പേരിൽ ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയാ കേശവന്റെ ഫോൺ ഓഫ് ആക്കി വെച്ച്. മെർലിൻ ചേച്ചിയുടെ ഫോൺ ഓൺ ആക്കി വെച്ച്. എനിക്ക് തോന്നുന്നതേ അവർ ഇന്ത്യ വിട്ടു കാണും. അല്ലെ ഗോവയിലായിരിക്കും. കുറ്റി ഇന്ത്യ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് നേരത്തെ പത്രം വായിക്കായിരുന്നോ? യെസ്. എന്നാ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വായിച്ചൂടെ ഡാഡിക്ക്? ഡാഡി കുളിച്ച് ഫ്രഷ് ആയിരിക്കുന്നു. ആണല്ലേ? എന്നാ പിന്നെ പുറത്തു പോയി വായിച്ചാലോ? ഫ്രഷ് എയർ ഒക്കെ കൊണ്ട്. ഇവിടെ ഇരുന്നല്ലേ ഡാഡി വായിക്കാറ്. ദിസ് ഈസ് ഡാഡീസ് റീഡിംഗ് പ്ലേസ്. യു നോ ദാറ്റ്. യെസ് യെസ് ഐ നോ. ടൂറിസം വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങളെ സ്നേഹിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ. പട്ടിയെ കൂട്ടിക്കേറ്റി നിക്ക. കൂട്ടിക്കേറ്റുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടി. ആളിപ്പോയി. ഡാഡി ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. എവിടെ? ആ ഊഞ്ഞാലില്.
കുറച്ചും കൂടി സൗണ്ടില്. നിന്റെ ഡാഡി എന്തിനാണ് ഈ വെളുപ്പാൻ കാലത്ത് നടുമുറ്റത്ത് വന്നിരിക്കണേ? ഡാഡി സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണ് അത്. അവിടെ ഇരുന്നാലേ ഡാഡിക്ക് ബിസിനസ് ഐഡിയ വരുള്ളൂ എന്നാ പറയാ. ബിസിനസ് ഐഡിയ ഉറക്കവും തേങ്ങയൊന്നും ഇല്ലേ? ഇല്ലടാ, തീരെ ഉറക്കൂല. ബിസിനസിന്റെ ടെൻഷൻ എപ്പോഴും ഡാഡിക്ക്. അങ്ങനെ എന്താ ടെൻഷൻ? അങ്ങനെ ഞാനൊക്കെയല്ലേ ടെൻഷൻ അടിക്കണേ? അതെ, ബിസിനസ് ചെയ്ത് നോക്കുമ്പോ അറിയാം ടെൻഷൻ എന്താന്ന്. ആ സമയത്ത് അങ്ങ് പൊക്കിയും കടിച്ചോ. പിന്നെ തീരെ നിവൃത്തിയില്ലാണ്ടാവുമ്പോ ഡാഡി ഉറങ്ങാൻ എന്താ ചെയ്യാന്നറിയോ? ഉറക്ക ഗുളിക കഴിക്കും. കുറച്ച് കലക്കിയും കണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കും. എന്തായിരുന്നു പറഞ്ഞു? കലക്കി ഉണ്ടാക്കി വെച്ച് കൊടുക്കാനല്ലേ? അത് ഞാൻ പറഞ്ഞത്, നീ പറഞ്ഞത് എന്താ? ഞാൻ എന്താ പറഞ്ഞേ? ആ, ഉറക്ക ഗുളിക കഴിച്ചാ ഉറങ്ങാറുന്ന്. ഇരിപ്പുണ്ടാ എന്ത് ഉറക്കോളിയ? അത് ഡാഡിയുടെ കാണും. ഡാഡി രാവിലെ എന്തിനാണ് കുടിക്കാറ്? ചായ ആണോ ജ്യൂസാണോ? ജ്യൂസ്. കലക്കിയാൻ കൊടു. ഉറക്കുളിയെ കലക്കിയും കൊടുക്കാൻ ഉറങ്ങട്ട്. പാവ മനുഷ്യ ഉറങ്ങാത്തല്ലേ? കേശു, എന്ത്? എന്റെ ഡാഡി പാവോടാ. കൊല്ലാനല്ല പറഞ്ഞേ, കുറച്ച് ഉറക്കുളിയെ കലക്കി കൊടു, കിടന്ന് ഉറങ്ങട്ട് എന്നാണ് പറഞ്ഞത്. എന്നാലും ഇന്നലെ വന്ന് ഈ വീട്ടിൽ പെട്ടാണ് എനിക്കാണ് ഈ പെട്ടോലെ. ടെൻഷനില്ലേ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കണ്ടിട്ട് തോന്നണില്ലല്ലേ? ടെൻഷൻ പോലും ടെൻഷൻ. പോയെ കേശു, വേണോ? നീ ഒന്നും ചെയ്യണ്ട. പോയിട്ട് ആ ഉറക്ക കുളി എടുത്തോണ്ട് വരിക. ജ്യൂസ് അതുകൊണ്ട് എടുത്തു. ഉറക്ക കുളിയെ ഞാൻ പൊടിച്ച് ഞാൻ തന്നെ കലക്കി തന്നു വിടാം. കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. എന്റെ പൊന്നു മെർലിനെ വേറൊരു വഴിയില്ലാത്തോണ്ടാണ്. ശരി. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20. ഡാഡി, ജ്യൂസ്. താങ്ക് യു. അല്ല ഇന്നെന്താ നീ? മമ്മീനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ അറിയില്ല. സാറില്ല, ഞാൻ കുടിച്ചേക്കാം. ഒന്നാ ആട്ടുന്നേ. കുറച്ച് കുടിച്ചാ മതി. കുറച്ച് കുടിച്ചാ മതിയല്ലോ. ഞാൻ അത് മുഴുവൻ കഴിക്കാറില്ലല്ലേ. ഷുഗറാ. ഗ്ലാസ് കൊണ്ട് വെച്ചോ. പോയിക്കോ. എന്താ പതിവില്ലാതെ. വാവോ വാവോ. കേശു, കേശു തുറക്കടാ. ഓടാ.
മമ്മി ഒരു ദിവസം ഫ്രീ ആവുമ്പോ വീട്ടിലോട്ട് ഇറങ്ങണേ. കാരണവന്മാര് ഏതെന്തോ പുണ്യം. ഞാൻ അതെ ഞാൻ ഡാഡി കണ്ടിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചു. എടുത്തോണ്ട് ആ കൊച്ച് ചെരുപ്പ് എവിടെ ഒളിപ്പിച്ചു വെച്ചേന്ന് ഓർമ്മയില്ലല്ലോ. മതി 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 മതി. അതിന്റെ പ്രശ്നം നിന്നെ എവിടെ കൊണ്ടാക്കാം. ഒരു തേങ്ങ കൊണ്ടാക്കണം. എനിക്ക് വീട്ടുകാരെ കണ്ട വീട്ടിൽ എത്ര വണ്ടിക്കൂലിണ്ടാ? എനിക്ക് ഓടിയെത്താവുന്ന സ്ഥലമേ ദൂരേ ഉള്ളു. എന്റെ പൊന്നു മെറിലെ നീ ഒന്ന് പോയേ. നീ ഡാഡിക്ക് ഓർത്ത ഓവർഡോസ് ഒന്നല്ലല്ലോ. ഓവർഡോസ് ആണൊക്കെ എന്താ? ഡാഡിക്ക് എന്തെങ്കിലും പറ്റിയ കുന്നാളി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറ്റി എടുത്ത് അങ്ങനെ പുലിക്കുട്ടികൾ കിട്ടു കൊടുക്കും തിന്നാൻ. അങ്ങനെങ്കിൽ അങ്ങനെ ഉപയോഗം ഉണ്ടാവും. ഒന്നും പറ്റൂല. പ്രശ്നം കഴിഞ്ഞാൽ ഒന്നും പറ്റൂല. നിനക്ക് എന്താ? ഐ ലവ് യു. I love you too. ബൈ. അയ്യോ അച്ഛോ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.